അഡ്വക്കേറ്റ് സേനാപതി വേണോ, കോൺഗ്രസ് അത്ര ഹാപ്പി അല്ലാന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ഉച്ചകോടി നടക്കുന്നു. ആ ഉച്ചകോടിയിൽ ഭാരതം ചൈനയുമായി അടുത്ത് ഇടപഴകി പ്രവർത്തിക്കാൻ ആലോചിക്കുന്നു. കൂടെ റഷ്യയുമുണ്ട്. ഇന്ന് ജയറാം രമേശിൻ്റെ എക്സിലെ കുറിപ്പ് താങ്കൾ ശ്രദ്ധിച്ചു കാണും. കോൺഗ്രസിന് എന്താണ് അതൃപ്തി? ഒന്ന്, നമ്പ്യാരെ ചരിത്ര പശ്ചാത്തലങ്ങൾ അത് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ്. ഞാൻ KN രാഘവൻ എഴുതിയൊരു പുസ്തകമുണ്ട്, വിഭജനത്തിന്റെ നേർക്കാഴ്ചകൾ, ഇന്ത്യ ചൈന സംഘർഷത്തിന്റെ നാൾവഴി എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിലാണ് പുസ്തകം എഴുതിയത്, ഡിവൈനിങ് ലൈൻസ് എന്ന്, കോണ്ടൂർസ് ഓഫ് ഇന്ത്യ ആൻഡ് ചൈന കോൺഫ്ലിക്റ്റ് എന്ന്. അപ്പൊ ആ പുസ്തകത്തിന്റെ ഒരു ഇൻട്രോ തന്നെ പറയുന്നത് 5000 വർഷത്തെ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പൊ ഭാഹിയാന്റെ സന്ദർശനം, ഹുയാങ് സാങ്ങിന്റെ സന്ദർശനം, ഇതൊക്കെ പരിശോധിച്ചാലും ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാര ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ത്യ ചൈന ഒരിക്കലും നല്ല സുഹൃത്തുക്കളായിരുന്നില്ല. അപ്പോൾ പല സാമ്രാജ്യങ്ങളും ഇന്ത്യയെ ഇൻവേഡ് ചെയ്യാനായിട്ട് വന്നെങ്കിലും ചൈനയ്ക്ക് വരാൻ പറ്റിയിട്ടില്ല. നമ്മുടെ രാജാക്കന്മാർ അങ്ങോട്ടും പോയിട്ടില്ല. കാരണം ഹിമാലയൻ പർവ്വത നിരകൾ അതുപോലെ നിൽക്കുന്നത് കൊണ്ട്, അതൊരു എന്താ പറഞ്ഞ അതിന്റെ ജിയോഗ്രഫി അതായതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങോട്ടും പോയിട്ടില്ല, അവരിങ്ങോട്ടും വന്നിട്ടില്ല. അതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള 5000 വർഷത്തെ ഒരു ചരിത്രം പരിശോധിച്ച. അതിന് വ്യത്യസ്തമായ ഒന്ന് വന്നത് 1962 ചൈനയുടെ കടന്നുകയറ്റവും ആ യുദ്ധവുമൊക്കെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഒരിക്കലും നല്ല സുഹൃത്തോ അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു അയൽവാസിയോ അയൽരാജ്യമോ ആയിരുന്നില്ല ചൈന എന്നുള്ളതാണ് ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട്. ഇവിടെ ഇപ്പം ഷാങ്ഹായില് SCO നടക്കുമ്പോൾ ഇപ്പോൾ 10 രാജ്യങ്ങൾ അതിൻ്റെ അകത്ത്, അതിലെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങളും പഴയ USSR അതായത് പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ അങ്ങനെയുള്ള രാജ്യങ്ങൾ, അതോടൊപ്പം ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ ഉൾപ്പെടെ മൊത്തം 10 രാഷ്ട്രങ്ങൾ. ഇവിടെ ഈ ഉച്ചകോടി നടക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെൽറ്റ് റോഡിന്റെ നിർമ്മാണം നമ്മൾ എപ്പോഴും എതിർക്കുന്നതാണ്. എവിടുന്നാണ് അതങ്ങനെ അക്സായ് ചീൻ മുതൽ തുടങ്ങി പോയി ബലൂചിസ്ഥാനിലേക്ക് എത്തുന്ന ഒരു വലിയ കോറിഡോർ, അത് ആർക്ക് വേണ്ടിയാണ്? അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദുരന്തം ആർക്കാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്ത്യ ഇതിനെ അതിശക്തമായിട്ട് എതിർക്കുന്നത്. ഇപ്പൊ തൊട്ടടുത്ത് നടന്ന നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോഴും പാകിസ്ഥാനെ ആയുധമണിയിക്കാനും പാകിസ്ഥാന് കൊണ്ട് ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലാ കാലഘട്ടത്തിലും ചൈന നടത്തിയിട്ടുള്ളത്. അപ്പോ സ്വാഭാവികമായും ജയറാം രമേശും കോൺഗ്രസും ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്ക് ചൈനയെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റൂ? നമ്മൾ 1950കളുടെ അവസാനം ഒപ്പുവെച്ച ഇന്ത്യ ചൈന ഭായി ഭായി, അതാണല്ലോ പഞ്ചശീല തത്വങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം പറയുന്നത് എന്താ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല, അതിർത്തി തർക്കങ്ങളെല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കും എന്ന് വളരെ കൃത്യമായി എഴുതി വെച്ച പഞ്ചശീല തത്വത്തിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വലിയ പ്രഹരമേൽപ്പിച്ച ഒരു രാജ്യമാണ് ചൈന എന്ന ചരിത്രം നിൽക്കുകയാണ്. അതിനുശേഷം ചെറുതും വലുതുമായിട്ടുള്ള 8ഓളം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം അനിൽ നമ്പ്യാരെ മനസ്സിലാക്കേണ്ടത്, ചൈന ഒരിക്കലും ഇന്ത്യയുടെ വികസനത്തെയോ, കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്, ചൈനയിൽ അതല്ല. അവിടെ ജനാധിപത്യം ഒന്നുമില്ല. പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുന്നതും പ്രസിഡന്റും പാർട്ടി നേതാവും ആകുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇത്രയും വളർച്ച പ്രാപിക്കുന്ന ഒരു രാഷ്ട്രത്തെ ഒരു കാരണവശാലും ചൈന ഒരു പിന്തുണയോടുകൂടിയല്ല നോക്കിയത്. അവരെന്നും നമ്മളെ ഒരു ശത്രുപക്ഷത്ത് നിന്നുകൊണ്ടാണ്. പക്ഷെ നേരിട്ടുള്ള യുദ്ധം 62 യുദ്ധത്തിന് ശേഷം പിന്നീട് 8ഓളം ചെറുതും വലുതുമായ സംഘർഷങ്ങൾ ഉണ്ടായെങ്കിലും വലിയ യുദ്ധം ഉണ്ടായിട്ടില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ശ്രീലങ്കയിലെ ഹമ്പൻകോട്ട തുറമുഖം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ചിറ്റാഗോങ് തുറമുഖം, ഇതിനെല്ലാം എന്താ പറഞ്ഞ ചൈനയുടെ പക്ഷത്തേക്ക് ചേർത്തുകൊണ്ട് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ നിരന്തരമായി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ കേണൽ ബെന്നിയെ പോലെ സൈനിക ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ഞങ്ങൾക്ക് കുറച്ചുകൂടി ഈ കാര്യത്തെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട്. 1988 ശ്രീ ജോർജ് ഫെർണാണ്ടസ് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആകുന്ന ഒരു കാലത്ത് മറ്റ് ഡിഫൻസ് മിനിസ്റ്റർമാർ ഒരുപക്ഷെ അങ്ങനെ തുറന്നൊരു കാര്യം പറഞ്ഞിട്ടില്ല. ജോർജ് ഫെർണാണ്ടസ് എന്ന് പാർലമെന്റിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറഞ്ഞു, പാകിസ്ഥാൻ ഈസ് നോട്ട് ആൻ ഇഷ്യൂ. പാകിസ്ഥാൻ അല്ല നമ്മുടെ വിഷയം. അവരെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ എന്ന് പറഞ്ഞ ഉത്തർപ്രദേശ് എന്ന ഒരു സംസ്ഥാനത്തിന്റെ പോലും പകുതിയില്ലാത്ത ഒരു രാജ്യമാണ്. പക്ഷേ ചൈനയാണ് നമ്മൾ ഭയക്കേണ്ട രാജ്യം. ആ ഭയക്കേണ്ട രാജ്യമായതുകൊണ്ട് ചൈനയെ എന്നും കരുതലോടെ ഇരിക്കണമെന്ന് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കേണൽ ഡെന്നി അന്ന് ക്യാപ്റ്റനോ മേജറോ ആയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ
സർവീസിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ ജോർജ് ഫെർണാണ്ടസ് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർമ്മപ്പെടുത്തുന്നത് എന്താ ചോദിച്ചാൽ, 88-ന് ശേഷം 10-30 കൊല്ലം കഴിയുമ്പോഴും 35 കൊല്ലം കഴിയുമ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. കാരണം നമ്മളെ എന്നും ശത്രുപക്ഷത്തും എന്നും ശത്രുതയോടും കൂടി കാണുന്ന ഒരു രാജ്യമാണ്. അവരൊരിക്കലും ഇന്ത്യയുടെ വികസനത്തിലോ അതല്ല ഇന്ത്യ നന്നാകുന്നതോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു രാജ്യമല്ല. ടിബറ്റ് പോലുള്ള പ്രദേശങ്ങൾ അവർ കൈയടക്കിയപ്പോഴും ദലൈലാമയെ പോലുള്ള ആളുകൾ ഒളിച്ചോടി അല്ലെങ്കിൽ അവർ പലായനം ചെയ്ത് ഇന്ത്യയിൽ വന്നപ്പോൾ നമ്മൾ അവർക്ക് അഭയം കൊടുത്തതൊക്കെ ഇപ്പോഴും ചൈനക്കാരന്റെ മനസ്സിൽ അവൻ അതിനെ എന്തെന്ന് പറഞ്ഞ് ആ വൈരാഗ്യത്തെ ഇങ്ങനെ നിരന്തരമായി പരിപോഷിപ്പിച്ച് നിർത്തുന്ന ഒരു രാജ്യമാണ്. ഇപ്പൊ നമ്മൾ വർത്തമാനത്തിലേക്ക് വരാം. എന്താ വർത്തമാന കാലത്തെ പ്രശ്നം? ഒന്ന്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മളൊരു ചേരിചേരാ നയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയും നമ്മുടെ ഒരു പക്ഷം അത് ഒരു റഷ്യൻ പക്ഷമാണ്. അതായിരുന്നു എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഉണ്ടായിരുന്ന ഒരു റഷ്യൻ പക്ഷം. പക്ഷേ ശ്രീ നരേന്ദ്രമോദിയുടെ വരവോടുകൂടി ആ പക്ഷത്ത് നിന്ന് നമ്മൾ വളരെ പെട്ടെന്ന് ഒരു അമേരിക്കൻ പക്ഷത്തിലേക്ക് പോവുകയും ഇവരെ നിരന്തരമായിട്ട് സന്ദർശനം നടത്തുന്നു, പിടിക്കുന്നു, അവിടെ മീറ്റിംഗ് കൂടുന്നു, ഇവിടെ മീറ്റിംഗ് കൂടുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആ ചേരിചേരാ നയവും അതോടൊപ്പം തന്നെ സോഷ്യലിസ്റ്റ് ചേരിയോട് അല്ലെങ്കിൽ റഷ്യൻ ചേരിയോടുണ്ടായിരുന്ന നമ്മുടെ ഒരു അടുപ്പം അത് നിശ്ചയമായിട്ടും വലത്തോട്ട് മാറുകയും ചെയ്തു. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു നയത്തിലേക്ക് പോയി. അപ്പോ മൈ ഗുഡ് ഫ്രണ്ട് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന ആളുകൾ നേരം വെളുത്തപ്പോഴത്തേക്കും നമുക്ക് 50% തീരുവ. ആ തീരുവയുടെ ഒരു കാര്യത്തിലും അതാണ് അതിന്റെ ഇരട്ടത്താപ്പ്. ശ്രീ ഡെന്നിസ് സാറോട് സൂചിപ്പിച്ചാൽ ഞാൻ ആവർത്തിക്കുകയാണ്, നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു. നമ്മൾ വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വാങ്ങുന്ന ആളുകളാണ് ആര്? ചൈനക്കാര്. ചൈനയ്ക്ക് ആ നികുതിയില്ല. അതാണ് അതിന്റെ രസം. ഇനി നമ്മൾ വാങ്ങുന്നതാണ് കുഴപ്പമെങ്കിൽ നമ്മളെപ്പോലെ വാങ്ങുന്ന ചൈനയ്ക്ക് ഇല്ലാത്ത നികുതി 50% നമ്മുടെ മേൽ ഏർപ്പെടുത്തിയതിന് ശേഷം ആ ഏർപ്പെടുത്തൽ വരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, തങ്ങൾ വിശ്വസിച്ച ഒരു രാഷ്ട്രത്തെ ആ രാഷ്ട്രം ചതിക്കുമ്പോൾ അപ്പൊ പുതിയ ശത്രുവിനെ മറന്നിട്ട് നമ്മൾ പഴയ ശത്രുവിന്റെ കൂട്ടത്തിലേക്ക് പോകും എന്ന് പറയുമ്പോൾ ഈ പഴയ ശത്രുവും ഇന്ത്യയോടുള്ള വൈരാഗ്യം അവർ ഘട്ടം ഘട്ടമായി പ്രകടിപ്പിക്കുകയും പാകിസ്ഥാൻ പോലുള്ള ഭീകര രാഷ്ട്രത്തെ വളരെ കൃത്യമായിട്ട് അവർ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്കുള്ളത് കൊണ്ടാണ് ശ്രീ അനിൽ നമ്പ്യാർ കോൺഗ്രസ് ഈ കാര്യത്തിൽ കോൺഗ്രസിന്റെ ആശങ്കയും ഉത്കണ്ഠയും ഞങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലാതെ ഇന്ത്യ ചൈനയുമായി നല്ല ബന്ധമുണ്ടായി. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ചൈനയുടെ അവിടെ സംഘർഷമില്ലായെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പെൻസ് അത് നമുക്ക് വളരെ കുറച്ച് കുറയ്ക്കാം, അത് വളരെ കുറവായിട്ട് കൊണ്ടുവരാം. 93-ൽ നരസിംഹറാവു ചൈനയുമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷമാണ് കേണൽ ഡെന്നിക്കറിയാം അവിടുത്തെ ഞങ്ങളുടെ 3 ഡിവിഷനെ കംപ്ലീറ്റ് സൈന്യത്തിന്റെ ഡിവിഷനെ അവിടുന്ന് മാറ്റി. കാരണം ചൈനയിൽ പ്രശ്നമില്ല. 96-ലാണ് എന്താ പറഞ്ഞേ ദേവഗൌഡയുടെ കാലഘട്ടത്തിലാണ് ചൈനയുമായി അടുത്ത കരാറുണ്ടാക്കി. പെട്രോളിങ്ങിന് പോകുമ്പോൾ ആയുധം കൊണ്ടുപോവില്ല, ഫ്രീ ഹാൻഡിൽ പോയി ആണ് അവിടെ പെട്രോളിംഗ് നടത്തേണ്ടത് എന്ന് 96-ൽ. അപ്പൊ ഞാൻ പറഞ്ഞത് ചൈനയുമായി സംഘർഷം കുറഞ്ഞാൽ അത് ഇന്ത്യക്ക് വളരെ ഗുണകരമാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. ആ സംഘർഷം കുറയുവാനായി ഈ ഷാങ്ഹായ് ഉച്ചകോടിയിലെ ഇപ്പോ ഈ 10ഓളം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഈ ഉച്ചകോടി ഗുണകരമാകുന്നുവെങ്കിൽ അത് രാജ്യത്തിന് നല്ലതാണ്. പക്ഷെ ഞങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ചൈനീസ് പക്ഷപാതം ഒരിക്കലും ഇന്ത്യക്ക് ഗുണകരമായിട്ടില്ല. ഇന്ത്യയോട് ഒരിക്കലും അനുഭാവമോ അനുകമ്പയോ കാണിച്ചിട്ടുള്ള ഒരു രാജ്യമല്ല ചൈന എന്നുള്ളത് എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ മനസ്സിൽ ഒരു ഓർമ്മ ഉണ്ടായിരിക്കണം എന്ന് ഈ ചർച്ചയുടെ ആദ്യ ഫേസിൽ നമ്പ്യാരെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.